കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി നിർമ്മിച്ച പുതിയ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുമ്പേ ചോർന്നൊലിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ ആദ്യ മഴയിൽ തന്നെ ചോർച്ചയുണ്ടായത് കരാറുകാരന്റെയും PWD ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടി പൗരാവകാശ സമിതിക്ക് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രത്തിൽ ഇനി തോണി ഒഴുക്കി നമുക്ക് കളിക്കാം. അത്രമാത്രം വെള്ളമാണ് ഈ വിശ്രമ കേന്ദ്രത്തിലേക്ക് ഒരൊറ്റ മഴയിൽ അടിച്ചു കയറിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാനുള്ള കെട്ടിടമാണിത്. എന്നാൽ പണി പൂർത്തീകരിച്ച് പൊതുജനത്തിന് വിട്ടു നൽകാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെ പെയ്ത വേനൽ മഴയാണ് കെട്ടിട നിർമ്മിതിയിലെ അഴിമതി പൊളിച്ചു കാണിച്ചത്. കെട്ടിട നിർമ്മാണത്തിലെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചതെന്നാണ് ഉയരുന്ന പരാതി. വേണ്ടത്ര ചെരുവില്ലാതെ നിർമ്മിച്ചതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം കൃത്യമായി കെട്ടിടത്തിനകത്തേക്ക് ഒലിച്ചെത്തും. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ചോർന്നൊലിക്കുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പൗരാവകാശ സംരക്ഷണ സമിതി SDS ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയൊക്കെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വ്യതിചലിച്ചും കൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കെട്ടിട നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇതിൻ്റെ മേൽക്കൂരയുടെ സ്ലോപ്പ് കൃത്യമായ രീതിയിൽ പാലിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ആ തറനിരപ്പിലും സ്ലോപ്പ് ഇടാത്തതിൻ്റെ ഭാഗമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം അകത്തേക്ക് വരികയും അതോടൊപ്പം വന്ന വെള്ളം ഒലിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതി നിലവിലുണ്ട്. PWD ആണ് നിർമ്മാണം നടത്തിയതെന്നും നിലവിലെ അപാകത പൂർണ്ണമായി പരിഹരിക്കാതെ കെട്ടിടം ആശുപത്രി അധികൃതർ ഏറ്റെടുക്കില്ലെന്നും ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബു സമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം വിജിലൻസ് അന്വേഷണമാണ് പൗരാവകാശ സംരക്ഷണ സമിതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.